ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെപ്പറ്റി പറഞ്ഞ് വിശ്വാസികളെ ഒരിക്കലും അസ്വസ്ഥരാക്കരുതെന്നാണ് ആധുനിക ആത്മീയ കാഴ്ചപ്പാടുള്ള പലരുടെയും അഭിപ്രായം. പ്രോസ്പെരിറ്റി ഗോസ്പൽ പറഞ്ഞും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയും ആളുകളെ കംഫർട്ടബിൾ ആക്കുന്നതാണ് ഇടയത്ത ദൗത്യമെന്ന് ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്. പക്ഷേ പാപത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നതാണോ? അതിൻ്റെ അനന്തരഫലങ്ങൾ അങ്ങനെ അവഗണിക്കാവുന്നതാണോ? ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. 2 സാമുവേൽ 11-ാം അധ്യായം. ബത്ശേബയുമായുള്ള ദാവീദിൻ്റെ അവിശുദ്ധ ബന്ധം മറ്റനേകം പ്രതിസന്ധികളിലേക്കും പാപങ്ങളിലേക്കുമൊക്കെ ദാവീദിനെ വലിച്ചിഴച്ചു. അതിലൊന്ന് ബത്ശേബയുടെ ഭർത്താവ് ഊരിയാവിൻ്റെ കൊലപാതകമാണ്. അങ്ങനെ പാപം വ്യഭിചാരത്തിൽ നിന്ന് കൊലപാതകത്തിലേക്ക് ദാവീദിനെ നയിച്ചു. വിശ്വസ്ത ഭടനായ ഊരിയാവിൻ്റെ ഭാര്യയെയും അവൻ്റെ ജീവനെയും ദാവീദ് ബലാത്കാരമായി പിടിച്ചെടുത്തു. സേനാധിപനായ യോവാബ് ഊരിയാവിൻ്റെ കൊലക്കുറ്റത്തിൽ ദാവീദിനോടൊപ്പം പങ്കാളിയായി. ഒരാളുടെ പാപം മറയ്ക്കാൻ കൂട്ടുനിൽക്കുന്നവരെല്ലാം കൂട്ടുപ്രതികളും നീതിമാന്റെ രക്തത്തിൽ പങ്കാളികളാകും. ഓർമ്മയുണ്ടായിരിക്കണം. ഊരിയാവിനെ ചതിച്ചു കൊല്ലാൻ ദാവീദ് കൊടുത്തയച്ച കത്ത് യോവാബിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറ്റം മറയ്ക്കാൻ ദാവീദ് യോവാബിനെ കൂട്ടുപിടിച്ചപ്പോൾ പുറത്തായ രഹസ്യത്തിൻ്റെ തെളിവായിരുന്നു ആ കത്ത്. യോവാബ് ഇത് മുതലെടുത്തു. പിന്നീട് അവൻ ഒരു തന്നിഷ്ടക്കാരനായി. ദാവീദിന് വാസ്തവത്തിൽ അവൻ്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു. അതിൻ്റെയൊക്കെ പ്രത്യാഘാതം പിന്നീട് ദാവീദിന് അനുഭവിക്കേണ്ടി വന്നു. അബ്ശലോമിൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന ദാവീദിൻ്റെ കൽപ്പന ലംഘിച്ച് അബ്ശലോമിനെ യോവാബ് കൊന്നു. യോവാബിൻ്റെ അഹങ്കാരത്തിൻ്റെ മുമ്പിൽ ദാവീദിന് നിശബ്ദനായി നിൽക്കേണ്ടി വന്നു. നമ്മുടെ രഹസ്യങ്ങളും വീഴ്ചകളുമൊക്കെ അറിയുന്നവർ നമുക്കെന്നും ഭീഷണിയും ടൈം ബോംബുമായിരിക്കും. മതരാഷ്ട്രീയ നേതാക്കൾ ചിലർക്ക് മുമ്പിൽ കീഴടങ്ങുന്നത് കണ്ടിട്ടില്ലേ? എന്താണ് കാരണം? അവരുടെ പല രഹസ്യങ്ങളും പുറത്താകും. അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതിരിക്കുന്നത്. ദാവീദിൻ്റെ വിശ്വസ്ത ഉപദേശകനായിരുന്നു അഹീഥോഫെൽ. അദ്ദേഹത്തിൻ്റെ ഉപദേശം ദൈവത്തിൻ്റെ വെളിപാട് പോലെ ദാവീദ് സ്വീകരിച്ചിരുന്നു. 2 സാമുവേൽ 16:23.
ബത്ശേബയുടെ ഗ്രാൻഡ് ഫാദറായിരുന്ന അഹീതോഫൽ ദാവീദ് ചെയ്ത ക്രൂരത അറിഞ്ഞപ്പോൾ അവനിൽ നിന്ന് അകന്നു മാറി. പാപം ദൈവത്തെ മാത്രമല്ല, നല്ല സുഹൃത്തുക്കളെയും അകറ്റിക്കളയും. ദാവീദ് തൻ്റെ അപരാധത്തിനു വേണ്ടി അനുതപിക്കുകയും പാപക്ഷമ ലഭിക്കുകയുമൊക്കെ ചെയ്തു. എന്നാലും പാപത്തിൻ്റെ അനന്തരഫലം അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായൊരു കാര്യമാണ്. ദാവീദിൻ്റെ മകൾ താമാറിൻ്റെ അർത്ഥ സഹോദരനായ അമ്നോൻ അവളെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. 100,000 മുനകളുള്ള വാളുകളായി തൻ്റെ പാപം മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിസ്സഹായനായി രാജാവായ പിതാവായ ദാവീദിനെ കാണേണ്ടി വന്നു. അമ്നോന്റെ ഈ ക്രൂരതയ്ക്ക് അവളുടെ സഹോദരനായ അബ്ശലോം പകരം വീട്ടി. ഊരിയാവിനെ ചതിയിലൂടെ കൊല്ലുവാൻ കൽപ്പന കൊടുത്ത ദാവീദിൻ്റെ പുത്രനായ അബ്ശലോം അമ്നോനെ ചതിയിലൂടെ കൊന്നുകളഞ്ഞു. അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊരിയാവിനെ കൊല്ലിച്ച നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല എന്ന നാഥാൻ പ്രവാചകന്റെ പ്രവചനം നിവർത്തിയായി. ഒടുവിലായി ദാവീദിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന വാൾ പുത്രനായ അബ്ശലോമിനെയും വെട്ടിവീഴ്ത്തി. ഊരിയാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാര പടയണിയായി ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പിറകെ മറ്റൊന്നായി മാർച്ച് ചെയ്തു വന്ന ദുരന്തങ്ങൾ അനവധിയായിരുന്നു. താമാറിൻ്റെ അപമാനം, ഉപദേശകൻ അഹീതോഫെലിൻ്റെ പിന്മാറ്റം, അമ്നോന്റെ മരണം, ദാവീദിനെതിരെയുള്ള അബ്ശലോമിൻ്റെ കലാപവും അവൻ്റെ ദയനീയമായ അന്ത്യവും. അതെ, ഒരു പാപത്തിന് 6 ഇരട്ടി ദാവീദിന് മടക്കി കൊടുക്കേണ്ടി വന്നു. എന്തിനാണ് ഈ ദുരന്ത കഥകളൊക്കെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? ജീവിത പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ സൂക്ഷിക്കുവാനുള്ള മുന്നറിയിപ്പാണ് ഇതൊക്കെ. പാപത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഐറ്റത്തിലും ഓരോ പ്രൈസ് ടാഗുണ്ട്. ആസ്വദിക്കുന്ന ഓരോ പാപത്തിനും തക്കതായ കനത്ത വില കൊടുക്കേണ്ടി വരും. പശ്ചാത്താപത്തിലൂടെ പാപക്ഷമ ലഭിച്ചാലും പാപം അതിൻ്റെ വില കണക്ക് പറഞ്ഞ് പിടിച്ചു മേടിക്കും. ശരീരമനസ്സുകളുടെയും കുടുംബത്തിൻ്റെയും തലമുറകളുടെയും സഹന നഷ്ടങ്ങളിലൂടെ അതൊക്കെ കൊടുത്തു തീർക്കേണ്ടതായി വരും. ഗോലിയാത്തിനെ കൊന്ന യങ് ഹീറോ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് നിർത്തി ശത്രുനിരകളെ തോൽപ്പിച്ച ധീരനായ മിലിറ്ററി കമാൻഡർ, ദൈവത്തിൻ്റെ പ്രിയമാനസനായ ചക്രവർത്തി.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സങ്കീർത്തനങ്ങൾ രചിച്ച ഭക്തകവിയുമൊക്കെ ആയിരുന്ന ദാവീദിൻ്റെ ജീവിത സായാഹ്നം വളരെ അസ്വസ്ഥപൂർണമായിരുന്നു. തിളങ്ങുന്ന അധികാരിയായി പടവുകൾ ചവിട്ടിക്കയറിയ ദാവീദിൻ്റെ മകൻ ശലോമോൻ്റെ ജീവിതവും അപ്പൻ്റേതുപോലെ തന്നെയായി. ബ്രൈറ്റ് ബിഗിനിങ്, സാഡ് എൻഡിങ്സ്. പാപം കീഴ്മേൽ മറച്ച ജീവിതങ്ങൾ. ഇന്നും പാപം കീഴ്മേൽ മറച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ദാമ്പത്യ ബന്ധങ്ങളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും സഭയും രാഷ്ട്രങ്ങളും. അതെ, പാപം നിസ്സാരമല്ല. അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. മക്കൾക്കും മാതാപിതാക്കൾക്കും ദാമ്പത്യ പങ്കാളികൾക്കും മതരാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെയുള്ള ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് ദാവീദിൻ്റെ ജീവിത ദിനവൃത്താന്തം. ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവും കുടുംബവും നഷ്ടമായാൽ പിന്നെ നേട്ടങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് വീണവനും വീണിടത്തു നിന്ന് കർത്താവ് കൈപിടിച്ചെഴുന്നേൽപ്പിച്ചവനുമായ പത്രോസ് നൽകുന്ന മുന്നറിയിപ്പ് വളരെ 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 ശ്രദ്ധേയമാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. 1 പത്രോസ് 5-7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.